വാർത്തകൾ തുടരുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അതേസമയം NM വിജയന്റെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ വ്യക്തമാക്കി. കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു സുധാകരന്റെ പ്രതികരണം. IC ബാലകൃഷ്ണൻ MLA നാളെ ചോദ്യം ചെയ്യും. NM വിജയന്റെ ആത്മഹത്യയിൽ 2-3 പ്രതികളായ ND അപ്പച്ചന്റെയും KK ഗോപിനാഥന്റെയും ചോദ്യം ചെയ്യലാണ് ഇന്ന് പൂർത്തിയായത്. നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ ഇരുവരെയും വിട്ടു. 3 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന തരത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ 1-ാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA നാളെ ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. 3 ദിവസം MLAയും ചോദ്യം ചെയ്യലിന് വിധേയമാകണം. അതേസമയം KPCC പ്രസിഡന്റ് K സുധാകരൻ ഇന്ന് NM വിജയന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. മരണം നടന്ന് 25 ദിവസം പിന്നിടുമ്പോഴാണ് KPCC പ്രസിഡന്റിന്റെ സന്ദർശനം. 20 മിനിറ്റോളം അടച്ചിട്ട മുറിയിൽ NM വിജയന്റെ കുടുംബവുമായി സംസാരിച്ചു. കുടുംബത്തെ സംരക്ഷിക്കുമെന്നും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും K സുധാകരൻ പ്രതികരിച്ചു. ഞങ്ങൾ ഇപ്പം ഇവിടെ ഞങ്ങളുടെ 2 പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുടുംബം അനാഥമാണ്. അനാഥമായ ഒരു കുടുംബത്തെ സംരക്ഷിക്കുക ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും. നടക്കുന്നുണ്ട്. തീരുമാനമായാൽ നിങ്ങളെ വിളിച്ചറിയിക്കാം. പ്രസിഡന്റിന്റെ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ടെന്നും കടബാധ്യത തീർക്കാൻ പാർട്ടി കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചതായും കുടുംബം പറഞ്ഞു. തങ്ങളെ അവഹേളിക്കുന്ന പ്രാദേശിക പാർട്ടി നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുവെന്നും കുടുംബം പ്രതികരിച്ചു. നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കാമെന്ന് ഉറപ്പ് വന്നിട്ട് അതും എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും കുറച്ച് കോൺഗ്രസ്സുകാർ നമ്മളെ ഭയങ്കരമായിട്ട് ഓൺലൈനിലൊക്കെ ഞങ്ങൾ വീണ്ടും കുടുംബ പ്രശ്നമാണെന്ന് അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ഭയങ്കരമായിട്ട് ഓരോ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരെ പേര് ഞങ്ങളൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. MM ഹസനും വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ചു. അതേസമയം IC ബാലകൃഷ്ണൻ MLAയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അന്വേഷണ സംഘം DCC ഓഫീസിലും MLA ഓഫീസിലും പരിശോധന നടത്തും. അമൃത ന്യൂസ്, വയനാട്.